നവി മുംബൈയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ അടക്കം 4 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സിബി സത്യനാണ് ടെലിഫോൺ ലൈനിൽ ഉള്ളത്. സിബി സത്യൻ, എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ തിരുവനന്തപുരം സ്വദേശികൾ അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് വെളുപ്പിന് 12:30യോടെയാണ് അപകടമുണ്ടായത്. നവി മുംബൈയിലെ വാശിയിലുള്ള സെക്ടർ 14 റഹേജ എന്ന് പറയുന്ന ബിൽഡിംഗിലാണ് തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 12:30 തുടങ്ങിയ തീപിടുത്തം 10ാം നിലയിലാണ് ആദ്യം ആരംഭിച്ചത്. പിന്നെ 11, 12 നിലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരാണ് മരണപ്പെട്ടത് സുന്ദർ ബാലകൃഷ്ണൻ, 44കാരനായ സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജ രാജൻ 39 വയസ്സ്, മകൾ വേദിക സുന്ദർ ബാലകൃഷ്ണൻ 6 വയസ്സ്. ഇതുകൂടാതെ കമല ഹിരൽ ജെയിൻ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ കൂടി ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജൻ എന്ന് പറയുന്ന APMC മാർക്കറ്റിന് സമീപം ടയർ ഷോറൂം നടത്തുന്ന രാജൻ എന്ന് പറയുന്ന ആളുടെ മകളാണ് ഈ പൂജ രാജൻ, മരണപ്പെട്ട പൂജ രാജൻ. അവരുടെ ഫാമിലി മുഴുവൻ, അതായത് ഭാര്യ, ഭർത്താവ്, മകൾ 3 പേരും മരണപ്പെട്ടു. ഏതാണ്ട് വൻ തീപിടുത്തമായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ഫയർ എഞ്ചിനീയർ വന്ന് ഏതാണ്ട് 4 മണിയോടെ, വെളുപ്പിന് 4 മണിയോടെയാണ് ഇത് നിയന്ത്രണ വിധേയമായത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. തിരുവനന്തപുരത്തെ അവരുടെ വിശദാംശങ്ങളും ലഭ്യമായിട്ടില്ല. ഇതുകൂടാതെ മറ്റൊരു അപകടത്തിൽ നവി മുംബൈയിൽ തന്നെ കാമോട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. അവിടെ ഇതുപോലെ 2 പേർ മരിച്ചിട്ടുണ്ട്. വൃദ്ധ ദമ്പതികളാണ് മരിച്ചത്. അത് കംപ്രസർ പൊട്ടിത്തെറിച്ചാണോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 2 അപകടങ്ങളാണ് ഇന്ന് മുംബൈയിൽ ഉണ്ടായത്. മൊത്തം 6 മരണങ്ങൾ. ഇതിൽ 3 പേർ മലയാളികളാണ്. വിശദാംശങ്ങളാണ് അവിടെ നിന്ന് ലഭ്യമായ വിശദാംശങ്ങളാണ് മാധ്യമപ്രവർത്തകൻ സിബി സത്യൻ നമ്മളോട് പങ്കുവച്ചത്.